നമസ്കാരം, ഷീബാസ് ബൈറ്റ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡൽഹി എയർപോർട്ടിൽ നിന്നും ഡെറാഡൂണിലെ ജോളി ഗ്രാൻഡ് എയർപോർട്ട് വരെ എത്തിയ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇനി നമ്മൾ എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് കിടക്കുകയാണ്. ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ്. 8 ഡിഗ്രിയോളം വരും. ഡൽഹിയിലായിരുന്ന സമയത്ത് 9-10 ഡിഗ്രിയൊക്കെ ആയിരുന്നു അവിടുത്തെ തണുപ്പ്. ഇനി മുകളിലേക്ക് കയറും തോറും തണുപ്പ് കൂടി വരും. 60 കിലോമീറ്റർ മുകളിലേക്ക് സഞ്ചരിച്ച് വേണം നമുക്ക് മസൂറിയിലെത്താനായിട്ട്. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഇവിടെ നിന്നും ലെഫ്റ്റിലേക്ക് പോയാൽ ഡെറാഡൂൺ സിറ്റിയിലൂടെ നമുക്ക് മസൂറിയിലെത്താം. ഇപ്പം നമ്മൾ സിറ്റി ടച്ച് ചെയ്യാതെ റൈറ്റ് സൈഡിലൂടെയാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഡെറാഡൂൺ സിറ്റിയിൽ കയറാതെ പോകുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നല്ല ട്രാഫിക് ആയിരിക്കും. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു അടിപൊളി സിറ്റിയാണ് ഡെറാഡൂൺ സിറ്റി. നല്ല ട്രാഫിക്കുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിലേ പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ ക്രോസ് കട്ടുമാണിത്, എളുപ്പം ചെല്ലാനും പറ്റും. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു ബസ് കാണുന്നത്. ഏകദേശം സമതല പ്രദേശങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി പതുക്കെ കുന്നു കയറാൻ പോവാണ്. കയറി വരുമ്പോൾ എൻ്റെ അവസ്ഥ എന്താവുന്നൊന്നും അറിയില്ല എനിക്ക്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഹിൽ ടോപ്പൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. പെട്ടെന്ന് ഛർദ്ദിക്കാൻ വരും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ വരെ കുഴപ്പമൊന്നുമില്ല. ഇയർഫോണൊക്കെ ഞാൻ ചെവിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ സെറ്ററൊക്കെ ഇട്ട് സെറ്റായിട്ട് നടുക്കിരിക്കുകയാണ്. റോഡ് സൈഡിലൊന്നും അധികം കെട്ടിടങ്ങളൊന്നും കാണാനില്ല. ചെറിയ ചെറിയ കഫേസ് ഇതുപോലെ കാണാം. നല്ല ചൂട് ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലൂടെ താഴേക്ക് നോക്കുന്ന അടിപൊളി വ്യൂ ആണ്. ഏകദേശം ഇപ്പം ഞാൻ ഓഫായ മട്ടായി. വീഡിയോ പിടുത്തമൊക്കെ ഏകദേശം നിർത്തി. എനിക്ക് വല്ലാണ്ട് അങ്ങ് തലയ്ക്കൊക്കെ വല്ലാണ്ടാകാമായിരുന്നു. ഞാൻ വണ്ടി നിർത്താൻ പറഞ്ഞു. അടുത്തുള്ള കഫേയിൽ കയറിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് റെസ്റ്റ് എടുത്തു കഴിയുമ്പം ഒരാശ്വാസം കിട്ടുമായിരിക്കും എന്നുള്ള തോന്നലിൽ അവിടെ കയറി. ഇവിടുത്തെ മെയിൻ സ്നാക്സ് എന്ന് പറഞ്ഞാൽ മോമോസാണ്. അപ്പം മോമോസും ചായയും ഒക്കെ ഓർഡർ ചെയ്തു. പക്ഷെ ഞാൻ കഴിച്ചില്ല. എനിക്ക് ഓൾറെഡി ഇങ്ങനെ വൊമിറ്റിംഗ് സെൻസേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഛർദ്ദിക്കാം എന്നുള്ളൊരവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ കഴിക്കാൻ പോയില്ല. വെറുതെ ഇറങ്ങി റെസ്റ്റ് എടുത്തു. ഭയങ്കര തണുപ്പായിരുന്നു. അങ്ങനെ ഒന്ന് ഫ്രഷായി വണ്ടിയിൽ കയറി വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. പിന്നെ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും തോന്നിയില്ല. തലയ്ക്കൊക്കെ ഒരു ഭാരം പോലെ. അങ്ങനെ ആ വൊമിറ്റിംഗ് സെൻസേഷൻ അങ്ങനെ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം കിടന്നുറങ്ങി. പകുതി ദൂരെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മസൂറിയിൽ എത്തിയത് അറിഞ്ഞില്ല. അവിടെ എത്തിയപ്പോഴേക്കും വീണ്ടും ഞാൻ ഷൂട്ടിങ് ആരംഭിച്ചു. ഇതാണ് പ്രധാന ഒരു ടൂറിസ്റ്റ് സ്പോട്ട് മസൂറിയിലെ. അടിപൊളിയാണ് കാണാനായിട്ട്. മസൂറി മാളെന്ന് പറയും. ഒരു സ്ട്രീറ്റാണ്. 1.5 കിലോമീറ്ററോളം ഇങ്ങനെ നീളത്തിൽ ഇരു സൈഡിലും കച്ചവടക്കാരൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. താഴേക്ക് നോക്കുമ്പോഴൊക്കെ നല്ല വ്യൂ ആണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിട്ട് വേണം ഞങ്ങളുടെ റിസോർട്ടിലെത്താനായിട്ട്. ക്ലബ് മഹീന്ദ്രയുടെ റിസോർട്ടിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് അകത്തേക്ക് അവർ ടാക്സി വിടില്ല. റിക്ഷയിൽ വേണം നമ്മൾ പോകാനായിട്ട്, അല്ലെങ്കിൽ നടന്നു പോകണം.
ടാക്സിക്ക് സ്പെഷ്യൽ പെർമിഷൻ എന്തൊക്കെയോ വേണം. അപ്പോൾ ഞങ്ങളെ ഒരുപാട് റിക്ഷക്കാരൊക്കെ സമീപിച്ചു. 2 റിക്ഷയിലായിട്ട് 150 റുപ്പീസ് പെർ റിക്ഷ. അങ്ങനെ ഞങ്ങളുടെ ലഗേജും ഞങ്ങളെയുമൊക്കെ ആയിട്ട് അവർ യാത്ര തുടർന്നു. സന്ധ്യ സമയമായി, ഏകദേശം ഒരു 5:30 ആയിട്ടുള്ളൂ. പക്ഷേ നല്ല ഇരുട്ടായി ഇവിടെയൊക്കെ. അതുകൊണ്ട് തന്നെ തണുപ്പ് നല്ലോണം കൂടി. റിക്ഷയിലിരുന്നിട്ട് തണുത്ത് പല്ലൊക്കെ കിടകിടാ വിറയ്ക്കുകയായിരുന്നു. 5 ഡിഗ്രിയോ മറ്റോ ആയിരുന്നു അപ്പോഴത്തെ തണുപ്പ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സൈഡിലൊക്കെ കാണാൻ അടിപൊളിയാണ്. സീ ലെവലിൽ നിന്നും 2005 മീറ്റർ ഉയരത്തിലാണ് മസൂറി സ്ഥിതി ചെയ്യുന്നത്. റിസോർട്ടിൻ്റെ താഴെയായിട്ട് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങളെ ഇറക്കി. ഇനി റിസോർട്ടിലെ വണ്ടി വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തുകൊണ്ട് പോയിക്കോളും. മുകളിൽ കുന്ന് കയറി പോകണം. ഹില്ലിൻ്റെ മുകളിലാണ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. വീട്ടിൽ എനിക്ക് മാത്രമേ ഉള്ളൂ ഇത്രയും പ്രശ്നമൊന്നും. മറ്റൊക്കെ കുറേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അവർക്കൊന്നും അത്ര വലിയ കുഴപ്പമില്ലെങ്കിലും അവരും നിറയ്ക്കുമായിരുന്നു. ഏതായാലും സ്നോഫോളൊന്നും ഇപ്പോഴില്ല എന്നാണ് ഇവിടെ പറഞ്ഞു കേട്ടത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് ഒരൊറ്റ ഓട്ടമായിരുന്നു. അത്രയ്ക്ക് തണുപ്പായിരുന്നു. ഒരു രക്ഷയില്ല. പല്ലൊക്കെ കിട്ടുകിട്ടാന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. റിസപ്ഷൻ്റെ ഉള്ളിലേക്ക് കയറി. അത് ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഹീറ്ററും വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് തണുപ്പൊന്ന് കുറവുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ചൂടാക്കിയ ഒരു ആപ്പിൾ ജ്യൂസ് അവർ തന്നു. അത് കുടിച്ചപ്പോൾ ഒരാശ്വാസം കിട്ടി. പിന്നെ റിസോർട്ടൊക്കെ കാണിച്ചു തന്നു. അങ്ങനെ അങ്ങോട്ട് ഞങ്ങളുടെ ലഗേജൊക്കെ അവർ കൊണ്ടുവന്നു. ഞങ്ങൾ ഓടിപ്പോയി. ഓടിക്കയറാനും പറ്റില്ല, അത്രയ്ക്ക് കയറ്റവും സ്റ്റെപ്പും ഒക്കെ ആയിരുന്നു. ഇതിങ്ങനെ തട്ടായിട്ട് ഹില്ലിൻ്റെ മുകളിലായതുകൊണ്ട് ഞങ്ങൾ കുറേ മുകളിലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളുടെ റിസോർട്ടിൻ്റെ മുകളിൽ ഒരു 2-3 റിസോർട്ടും കൂടിയേ ഉള്ളൂ. അപ്പം അത്രയും മുകളിലേക്ക് കയറി ഒരു വിധത്തിലെത്തി. ഇതാണ് റിസോർട്ട്. അടിപൊളിയാണ്. ഒരു ഹോള്, ഒരു ബെഡ്റൂം, കിച്ചൺ, ടോയ്ലറ്റ്, ഇത്രയുമാണ്. എന്തായാലും കയറ്റം കയറി ഇങ്ങെത്തണം. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതൊഴിച്ചാൽ ബാക്കി അടിപൊളി റിസോർട്ടാണ്. നല്ല സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ഒക്കെ രാത്രിയും പകലും ഒക്കെ അടിപൊളിയാണ്. ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമെന്ന് പറഞ്ഞു. അത്രയ്ക്ക് ടയേർഡായിരുന്നു എല്ലാവരും. ഇപ്പോൾ പുറത്ത് പോകാനോ ഓർഡർ ചെയ്താനോ ഒന്നും ഉള്ളൊരു മാനസികാവസ്ഥ ഇല്ല. അത്രയ്ക്ക് തണുപ്പും ഒക്കെ ആയിട്ട് ഞങ്ങളതൊക്കെ കഴിച്ചു. ബെഡിൻ്റെ മുകളിൽ വാട്ടർ ബാഗ് നീളത്തിലുണ്ട്. അതിങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അത് ചൂടാകുമ്പോഴേക്കും ബെഡിൽ കിടക്കാനൊരു നല്ലൊരു സുഖം കിട്ടി. നല്ല ചൂടുമൊക്കെ ആയിട്ട് പൊതിച്ച് മൂടിക്കിടന്ന് അങ്ങനെ ഉറങ്ങി. നാളത്തെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ഷെയറൊക്കെ ചെയ്യുക. പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.